മോളെ സൈബ, ആരാ വീടിന് മുന്നിൽ വന്നിരിക്കുന്നതെന്നൊന്ന് നോക്കിയേ. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ നേരം അടുക്കളയിൽ നിന്നും ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ അഷ്റഫ് ഖാന്റെ ഡ്രസ്സ് അയൺ ചെയ്യുകയായിരുന്ന സൈബ പെട്ടെന്ന് അയൺ ബോക്സ് നിർത്തിവെച്ച് വീടിന്റെ പുറത്തെ ഡോറിനടുത്തേക്ക് ചെന്ന് നോക്കി. മോളെ, വല്ലതും തരണേ, കുറെ നാളായി നന്നായി ഭക്ഷണം കഴിച്ചിട്ട്. അയ്യോ, പാവ ഒരു ഉമ്മച്ചി. അവരെ കണ്ടപ്പോൾ സൈബ തന്റെ ഉമ്മയെ ഓർത്തു. ഞാൻ ഇപ്പൊ വരെ ഉമ്മ, പോവല്ലേ. അവരോട് അങ്ങനെ പറഞ്ഞിട്ട് സൈബ വേഗം അടുക്കളയിലേക്ക് പോയി. ആരാ മോളെ വന്നത്? അടുക്കളയിൽ ഉമ്മ തന്റെ ഓട്സ് ഉണ്ടാക്കുന്നതിനിടയിൽ സൈബയോട് ചോദിച്ചു. ഒരു പാവ ഉമ്മയാണ്, ഭക്ഷണം കഴിക്കാതെ വിശന്ന് വന്നതാണ്. ഓ റബ്ബേ, ചോറുണ്ടല്ലോ കലത്തിൽ, നീ കറിയും പകർന്ന് അവർക്ക് കൊണ്ടു കൊടുക്ക്, പാവങ്ങളായിരിക്കും. സൈബ പ്ലേറ്റിൽ അവർക്ക് വേണ്ടുന്ന ചോറും കറിയെടുത്ത് അവരെ വിളിച്ച് അകത്തിരുത്തി ആ ഭക്ഷണം നൽകി. അവർ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നത് സൈബ നോക്കി നിന്നു. ഉമ്മ എവിടെന്നാ? ഞാൻ കുറച്ച് ദൂരെ നിന്നാ മോളെ, വീട്ടുവേല അറിയാം. ആണോ? മുമ്പ് എവിടെയാ ചെയ്തത്? ഞാൻ ഒരുപാട് പേരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്ന വീട്ടിലെ ആൾക്കാർ വീട് വിറ്റ് വിദേശത്തേക്ക് പോയി. അതോടുകൂടി എനിക്ക് ജോലി ഇല്ലാണ്ടായി മോളെ. മോളെ, നമ്മുടെ ഷാഹിന ഡോക്ടർ വീട്ടിൽ ആരുമില്ലല്ലോ. ആ കൊച്ചിന് വീട്ടുജോലി ചെയ്യാൻ വല്ലവരും വേണമെന്നുണ്ടെങ്കിലോ? അങ്ങോട്ട് കയറി വന്ന ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോ സൈബക്കും തോന്നി, അത് ശരിയാണ്, ഷാഹിന ഡോക്ടർക്ക് ചിലപ്പോ സെർവന്റിന് ആവശ്യമുണ്ടാവും. പക്ഷേ അവരിങ്ങോട്ട് ആവശ്യം പറയാതെ എങ്ങനെയാ ചോദിക്കുക? ഏതായാലും ഉമ്മ ഭക്ഷണം കഴിച്ച് അല്പസമയം ഇവിടെ വെയിറ്റ് ചെയ്യ്. 5 മണിയാകുമ്പോ അവർ ഹോസ്പിറ്റലിൽ നിന്നും വരൂ, അപ്പൊ ചോദിക്കാം. ആണോ? എന്നാ അങ്ങനെ ചെയ്യാം മോളെ. ആ ഉമ്മാക്ക് അതൊരാശ്വാസമായി തോന്നി. അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഷാഹിന വന്നപ്പോൾ ആ ഉമ്മ അവിടെ ചെന്ന് ജോലി ചോദിച്ചു. ഷാഹിനക്കും ഒരു കിച്ചൺ സെർവന്റിനെ അത്യാവശ്യമായിരുന്നു. ഏതായാലും അഷ്റഫിന്റെ ഉമ്മയും ഭാര്യയും കൂടി ചെയ്തു കൊടുത്ത സഹായം അവർക്ക് വളരെ ആശ്വാസകരമായി തോന്നി. അവരെ അവിടുത്തെ അടുക്കള ജോലിക്ക് നിയോഗിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അഷ്റഫ് ഹോസ്പിറ്റലിൽ നിന്നും വന്നു. ഇക്ക, നിങ്ങളുടെ ഡോക്ടർക്ക് ഞങ്ങളൊരു സെർവന്റിനെ ആക്കി കൊടുത്തിട്ടുണ്ട്. സൈബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? അഷ്റഫിനൊന്നും മനസ്സിലായില്ല. എങ്കിലും അവളുടെ ചിരിയിൽ പങ്കാളിയായിക്കൊണ്ട് അവരും ചോദിച്ചു എന്താണെന്ന്. അതെ, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു ഉമ്മച്ചി ഇവിടെ വന്നിരുന്നു. അവരൊരു വീട്ടു ജോലിക്കാരിയാ, അവർക്ക് ജോലി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉമ്മ പറഞ്ഞു, അപ്പുറത്തെ ഷാഹിന ഡോക്ടറുടെ വീട്ടിൽ ജോലിക്കാരിയൊന്നും ഇല്ലല്ലോ, അവിടെ തിരക്കിയാ കിട്ടൂന്ന്. അങ്ങനെ ഡോക്ടർ വരുവോളോ ആ ഉമ്മച്ചി ഇവിടെ വെയിറ്റ് ചെയ്തു. ഡോക്ടർ വന്ന ശേഷം ഉമ്മച്ചി അവിടെ ചെന്ന് ജോലി അന്വേഷിച്ചു. അപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റും നടന്നു. അതാ ഞാൻ പറഞ്ഞത്. രാത്രി ഷാഹിന ഡോക്ടറുടെ ഓൺലൈൻ ചാറ്റിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മഡോണ കയറി വന്നു. കറുത്ത ചുരുണ്ട മുടിയുള്ള കാപ്പിരി സ്ത്രീ. ഹായ് ഷാഹിന, സുഖമാണോ? ആ സുഖം. ആർ യു വെൽ മഡോണ? Yes, what about our new deal? Do you find the new hospital favorable? Yes, now I'm practicing there. I'll inform you. Let me create a fruitful situation in that hospital. Then we can start that deal, okay? ഓക്കെ. മഡോണയുടെ ചാറ്റിനു ശേഷം ഷാഹിന തന്റെ ന്യൂജേഴ്സിയിലുള്ള അമേരിക്കൻ ഫ്രണ്ടിനെ കൂടി വിളിച്ചു. അത് കഴിഞ്ഞ് ഉടനെ ഷാഹിന കംസിയയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. 1-2 റിങ്ങിനുള്ളിൽ തന്നെ കംസിയ ഫോൺ എടുത്തു. എന്ത് പറ്റി മോളെ ഷാഹി, നിന്റെ മനസ്സൊക്കെ മാറിയോ? നിനക്ക് അനുകൂല സാഹചര്യം അവിടെ ഒരുങ്ങി വന്നോ? പതുക്കെ എല്ലാം അനുകൂലമായി വരികയാണ്. നിന്റെ ഹോസ്പിറ്റലിന്റെ ഫൗണ്ടേഷൻ വർക്കൊക്കെ തുടങ്ങിയോ? പിന്നെ അല്ലാണ്ട് അതൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട്. ആ പിന്നെ, ഇന്ന് എന്റെ വീട്ടിൽ ഒരു സെർവന്റ് ജോലിക്ക് വന്നിട്ടുണ്ട്. സെർവന്റ് എന്ന് പറഞ്ഞ കിച്ചൺ സെർവന്റ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വുമൺ. ആണോ? വെരി ഗുഡ്. ശരി, എന്നാ നീ കിടന്നോ, എനിക്ക് ഇച്ചിരി ഓൺലൈൻ വർക്കുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഷാഹിന ഫോൺ വെച്ചു. മോളെ, രാത്രിയിൽ ചായയോ കാപ്പിയോ കഴിക്കുന്ന ശീലമുണ്ടോ? എന്തെങ്കിലും വേണോ? ജോലിക്കാരി ഉമ്മ വന്ന് ചോദിച്ചു. ഇല്ല ഉമ്മച്ചി, ഉമ്മച്ചി പോയി കിടന്നോ, താഴെയുള്ള ബെഡ്റൂമിൽ കിടന്നോളൂ. ഭക്ഷണം കഴിച്ചില്ലേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമല്ലോ, കിച്ചണിൽ സാധനങ്ങളുണ്ട്. ഉവ്വ് മോളെ, ഞാൻ ഉണ്ടാക്കാം. എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ പറയണേ. ഒന്നും വേണ്ട, ഉമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ. ഞാൻ ഫാമിലി ഫുഡെല്ലാം കഴിക്കും, എനിക്ക് ഇഷ്ടമാണത്. ആണോ മോളെ? ഒക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം. അതും പറഞ്ഞ് ആ ഉമ്മ സ്റ്റെയർകേസ് ഇറങ്ങി താഴോട്ട് പോയി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഷാഹിന ഡോക്ടർക്ക് കൺസൾട്ടന്റ് ഇല്ല. അവരുടെ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ ബാൽക്കണിയിൽ ഒരു ചൂരലിന്റെ ഊഞ്ഞാലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ബാൽക്കണിയിൽ വന്ന് അവർ ആ ഊഞ്ഞാലിൽ ഇരുന്ന് ആടിക്കൊണ്ട് ആരോടോ സംസാരിക്കുകയാണ് ഫോണിൽ. കുറെ നേരത്തെ സംസാരത്തിനു ശേഷം അവർ താഴെ വന്ന് മുറ്റത്തെ തൊടിയിലെ ചെടിച്ചട്ടികളൊക്കെ നേരെ വെച്ച് വാട്ടർ ടാപ്പിൽ നിന്നും ഓസ് പൈപ്പ് ഉപയോഗിച്ച് വെള്ളമൊഴിച്ചു. സൈബയും ഉമ്മയും കുട്ടികളും കൂടി ഇന്ന് ഷാഹിന ഡോക്ടറുടെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഷാഹിനയെ മുറ്റത്ത് കണ്ടപ്പോൾ അവരെല്ലാവരും കൂടി അങ്ങോട്ട് നടന്ന് ഡോക്ടറുടെ വീട്ടിലെത്തി. നമ്മൾ അയൽവക്കക്കാരല്ലേ, ഇന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. വാ, കയറിയിരിക്ക്. ഷാഹിന ഡോക്ടർ അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മയും സൈബയും കുട്ടികളും അകത്തേക്ക് കയറി സോഫയിലിരുന്നു. കൂടെ ഷാഹിനയും അവർക്ക് അഭിമുഖമായി ഒരു സീറ്റിലിരുന്നു. ശരിക്കും ഷാഹിന മോളുടെ നാട് എവിടെയാ? ഉമ്മ ചോദിച്ചു. ഞാൻ ശരിക്കും കൊയിലാണ്ടിക്കാരിയാ. ഭർത്താവ് ഷാഹുലിക്കാന്റെ വീട് ഫറൂഖില. പുള്ളി കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. സൈബ പറഞ്ഞു. മോള് ഞങ്ങളുടെ അഷ്റഫിന്റെ കൂടെ MBBS പഠിച്ചതെന്ന്.
ആ അത് ശരിയാ ഉമ്മ. ഞാനും അഷ്റഫും മംഗലാപുരത്ത് MBBS ഒന്നിച്ചാ പഠിച്ചത്. ഞാൻ പിന്നെ ബാംഗ്ലൂരാ പ്രാക്ടീസ് ചെയ്തത്. അഷ്റഫ് ആകട്ടെ പഠിച്ചിറങ്ങിയിട്ട് ആദ്യം തന്നെ അബു സാഹിബിന്റെ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. ഇത്രയും കാലം അവൻ അവിടെ നിന്നും വേറെ എവിടെയും പോയില്ല. ഞാനാണെങ്കിൽ കർണാടകയിൽ ഒരുപാട് ഹോസ്പിറ്റലിൽ കറങ്ങി. ഒടുവിൽ നാട് തന്നെ ശരണം. മോള് ഞായറാഴ്ച ലീവാണോ? ഞങ്ങളുടെ അഷ്റഫ് വെള്ളിയാഴ്ച ലീവ് വാങ്ങിച്ചത്. എന്റെ മോനായതുകൊണ്ട് പറയുകയല്ല, ഓ നല്ല നിസ്കാരവും നിലയുള്ള ഒരുത്തനാ. അതെനിക്കറിയാം. ഞങ്ങളുടെ കൂടെ പഠിക്കുമ്പോൾ തന്നെ നാണം കുണിഞ്ഞും ആരുമായി ഒരു പ്രശ്നത്തിനും പോകാതെ നല്ല അടക്കത്തിലും ഒതുക്കത്തിലുമാണ് അവിടെ കഴിഞ്ഞത്. ആട്ടെ, അഷ്റഫിന് ഈ മിസ്സിന്റെ പേരെന്താ? ഷാഹിന സൈബയെ നോക്കി ചോദിച്ചു. എന്റെ പേര് സൈബ. അപ്പോഴേക്കും ഉമ്മ ഇടയിൽ കയറി പറഞ്ഞു, പാവം മോളെ ഈ സൈബ. അവൾ അനുഭവിക്കാതെ ദുഃഖമില്ല. എന്റെ അഷ്റഫിന്റെ കൂടെ വന്നതിന് ശേഷം ഇപ്പോഴാ അവളുടെ കണ്ണിന്റെ നനവൊന്ന് മാറിയത്. അത്രയ്ക്കും കണ്ണീര് കുടിച്ചു ഈ മോള്. ആ ഒരുമ്പട്ടോള് പോയത് ഗുണമായി. എന്റെ മോനിപ്പോ നല്ല ജീവിതം ലഭിച്ചു. ഇതിവരുടെ മക്കളാ. ഇത് അഫാന്, ഇത് അർഫാന്. ഇതിൽ ചെറുത് അർഫാൻ സൈബയുടേത്. ഇത് അഫാൻ അഷ്റഫിന് റംലയിലുണ്ടായത്. ആണോ? അവരുടെ കൂടെ കൂടിയപ്പോ ഷാഹിനെയും വെറും നാട്ടിൻപുറത്തുകാരിയെ പോലെ വർത്തമാനം പറഞ്ഞു തുടങ്ങി. നബീസുമ്മ, ഇവർക്കെല്ലാം ചായ എടുക്ക്. അവരങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കവേ വേലക്കാരി നബീസുമ്മ ചായയുമായി വന്ന് എല്ലാവർക്കും നൽകി. കുറച്ചു നേരം കൂടി അവർ തമ്മിൽ വർത്തമാനം പറഞ്ഞ ശേഷം സൈബയും ഉമ്മയും കുട്ടികളും അവരുടെ വീട്ടിലേക്ക് മടങ്ങി. ഫിദയ്ക്കിത് 4-ാം മാസമാണ്. അവൾ അത്യാവശ്യം ജോലിയൊക്കെ അടുക്കളയിൽ ചെയ്യുന്നുണ്ട്. നല്ല കുട്ടിയായി ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ സുബൈറിൽ നല്ല നല്ല മാറ്റങ്ങൾ കടന്നു വരാൻ തുടങ്ങി. ഫിദയുടെ ഗർഭമാണ് ഈ മാറ്റത്തിന് കാരണമെന്നൊന്നും അത്ര കണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം സത്യത്തിൽ അഷ്റഫ് അവസാനമായി വന്ന് താക്കീത് നൽകി പോകുമ്പോൾ പറഞ്ഞ വാക്കുകളൊക്കെ അവന്റെ മനസ്സിലുണ്ട്. സുബൈർ, നിനക്കൊരു നല്ല ഭാവി ഉണ്ടാകണമെന്ന് ഇന്നും അവൾ ആഗ്രഹിക്കുന്നു. സൈബ നിന്നെ സ്നേഹിക്കണമെങ്കിൽ നല്ലവനായ ഒരു സുബൈറിനെ മാത്രമേ അവൾക്ക് സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ നീ നല്ലവനല്ല, അതുകൊണ്ട് നിനക്ക് അവളുടെ സ്നേഹം ലഭിക്കില്ല. സുബൈറിന്റെ കാതുകളിൽ ആ വാക്ക് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് സുബൈർ കൂട്ടുകാർ പറഞ്ഞ ആ സിനിമയുടെ ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. മുടിയൊക്കെ വെട്ടിയൊപ്പിച്ചു, താടിയൊക്കെ സൈസാക്കി സുബൈർ തന്റെ ഉറ്റ സുഹൃത്തുക്കളുമായി ആ ഓഡീഷൻ സ്ഥലത്ത് ചെന്നു. കലിപ്പനായ ഒരു ഭർത്താവിനെ ചെയ്യാനാണ് സുബൈറിനോട് അവർ ആവശ്യപ്പെട്ടത്. സുബൈറിനെ സംബന്ധിച്ചിടത്തോളം അത് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈബയോടത്തുള്ള ഏതെങ്കിലും ഒരു ദിവസത്തെ ഒന്ന് ഓർത്തെടുത്ത് ചെയ്താൽ മാത്രം മതി. സത്യം പറഞ്ഞ അങ്ങനെ തന്നെയാണ് അവൻ ചെയ്തത്. ഒരു ദയവുമില്ലാതെ താൻ സൈബയോട് പെരുമാറിയ രംഗങ്ങൾ ഓർത്തെടുത്ത് അവൻ റീക്രിയേറ്റ് ചെയ്ത് അവിടെ കാണിച്ചു. ഓഡിയൻസിൽ നിന്നും അപ്രതീക്ഷിതമായ കയ്യടി ലഭിച്ചു. മാത്രമല്ല ആ സിനിമയിലെ മെയിൻ ക്യാരക്ടർ റോൾ ചെയ്യാൻ അവനെ സെലക്ട് ചെയ്യുകയും ചെയ്തു. സുബൈറിന് സന്തോഷമായി. അവന്റെ കൂടെ ചെന്ന കൂട്ടുകാർക്കും സന്തോഷമായി. വീട്ടിലെത്തി ആദ്യം തന്നെ ഗർഭിണിയായ ഫിദയോട് അവൻ കാര്യം പറഞ്ഞു. റബ്ബേ, നിന്നെ സിനിമയിൽ എടുത്തെന്നോ? സുബൈറിന്റെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് അവൾ അടുക്കളയിലുള്ള ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മ, ദാ നോക്ക്, ഉമ്മാന്റെ മോൻ സുബൈറിനെ സിനിമയിലെടുത്തത്രേ. ആണോ? അൽഹംദുലില്ലാ, കുറെ പൈസയുടെ ആവശ്യമുണ്ട്. അള്ളാഹ് അറിഞ്ഞു തന്നെ ഈ സൗഭാഗ്യം തന്നതാ. എല്ലാം ഓന്റെ കുഞ്ഞിന്റെ ഭാഗ്യം. റബ്ബേ കാക്കണേ. റേയുടെ ട്രെയിൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കേരള ബോർഡറിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനായി. സമയം സന്ധ്യയായി വരുന്നു. അവളുടെ കമ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരൊക്കെ പലരും അവരവരുടെ സ്റ്റേഷനിൽ ഇറങ്ങി ലക്ഷ്യസ്ഥാനം കണ്ടു. ആളൊഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ അവൾ തനിച്ചായി. ട്രെയിൻ പിന്നെയും മുന്നോട്ട് കുതിക്കുകയാണ്. ഇപ്പോൾ വണ്ടി കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തി. അവിടെയും ആളിറങ്ങാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്റ്റേഷനിൽ നിന്നും കുറച്ചുപേർ റേ സഞ്ചരിച്ച കമ്പാർട്ട്മെന്റിൽ കയറി. അവർ അപ്പുറത്ത് കുറെ സീറ്റ് ഉണ്ടായിട്ട് പോലും അവൾക്ക് അഭിമുഖമായി വന്നിരുന്നു. വൃത്തികെട്ട കണ്ണുമുഖവുമുള്ള 3-4 പേർ. അവരുടെ വഷളം ചിരിയും ദുഷിച്ച നോട്ടവും അവളിൽ തന്നെ തറഞ്ഞു. അതേസമയം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറിയ ഒരു യുവാവ് അല്പം മാറിയുള്ള ഒരു സീറ്റ് തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്നു. റേ തന്റെ വസ്ത്രങ്ങളും ബാഗുകളും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി നേരെയാക്കിയിരുന്നു. ട്രെയിൻ ആ സ്റ്റേഷൻ വിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യുവാവ് സീറ്റിലിരുന്ന് തന്റെ മൊബൈലിലൂടെ എന്തോ കാണുകയായിരുന്നു. അഭിമുഖമായിരുന്ന ആൾക്കാർ ഇടയ്ക്കിടെ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. റയ അവരറിയാതെ അവളുടെ മൊബൈൽ അവരുടെ ചിത്രങ്ങൾ പകർത്തിവെച്ചു. യുവാവ് ഇരുന്നു തന്നെ ഉറക്കം തുടങ്ങി. അവരത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ഉറക്കമായി എന്നറിഞ്ഞവർ സംസാരിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ 1-2 ചോദ്യത്തിന് അവൾ ഉത്തരം നൽകി. കേരളത്തിലേക്കാണ് പോകുന്നത്, കോഴിക്കോടാണെന്നൊക്കെ പറഞ്ഞു. അവരുടെ വഷളം ചിരിയും തുറിച്ചുനോട്ടവും തുടർന്നുകൊണ്ടിരുന്നു. രാത്രിയായി. ട്രെയിനിലെ ഭക്ഷണം വന്നപ്പോൾ അവൾക്ക് വാങ്ങിക്കഴിക്കണമെന്നുണ്ട്. പക്ഷെ അവൾ വാങ്ങിയില്ല. അവൾക്ക് അഭിമുഖമായി വന്നിരുന്നവരും ഒന്നും കഴിച്ചില്ല. യുവാവ് ഉറക്കം കൂടിയപ്പോൾ എഴുന്നേറ്റ് അവന്റെ ബർത്തിൽ കയറി കിടത്തമായി. റേക്കും ഉറങ്ങണമെന്നുണ്ട്. മുകളിലാണ് ബർത്ത്. കുറച്ചു കഴിഞ്ഞപ്പോൾ റെയിൽവേ പോലീസിന്റെ ടീം വന്നു. തനിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ സമീപമുള്ളവരുടെ ടിക്കറ്റുകൾ പരിശോധിച്ചു. അവരുടെ സീറ്റ് അതല്ല. അവരെ 4 പേരെയും എഴുന്നേൽപ്പിച്ച് അവരുടെ സീറ്റിൽ കൊണ്ടുപോയി ഇരിക്കാൻ പറഞ്ഞു. പടച്ചോൻ കാത്തു. റേക്ക് സന്തോഷമായി. ഒരു പോലീസുകാരനെ ആ കമ്പാർട്ട്മെന്റിൽ നിയോഗിച്ച് മറ്റുള്ളവർ വണ്ടിയിൽ റൗണ്ടിങ്ങിന് പോയി. അവൾക്ക് സമാധാനമായി. തുടർന്ന് അവൾ ബർത്തിൽ കയറി ഉറങ്ങാൻ കിടന്നു. അബ്ദുൾ റഹ്മാൻ ഓഫീസിൽ പോകാൻ തുടങ്ങുമ്പോഴാണ് മകൾ ഓട്ടോ വിളിച്ച് വീട്ടിലെത്തിയത്. മോൾ എത്തിയോ? യാത്രയൊക്കെ എങ്ങനെ? വലിയ കുഴപ്പമൊന്നുമില്ല, സുഖമായിരുന്നു.
മോളെ ഞാൻ ഓഫീസിൽ പോവുകയാണ്, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിക്ക്, നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ ഉപ്പ. റയ തന്റെ ബാഗുകളും കൊണ്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോയി. അബ്ദുൽ റഹ്മാൻ തന്റെ വാഹനത്തിൽ കയറി ഓഫീസിലേക്ക് പോയി. അന്ന് വീട്ടിൽ കയറി വരുമ്പോൾ അഷ്റഫിന്റെ കയ്യിൽ കുട്ടികൾക്കുള്ള സ്വീറ്റ്സ് അല്ലാതെ വേറെ ചെറിയൊരു പാക്ക് കൂടി ഉണ്ടായിരുന്നു. ഇതെന്താ അഷ്റഫിക്ക? സ്വീറ്റ്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുത്ത ശേഷം അഷ്റഫ് അവളുടെ കൈ പിടിച്ച് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. എന്താ ഈ കാണിക്കുന്നേ? നീ വാ, ഞാൻ പറയാം. ഒരനുസരണയുള്ള കുട്ടിയെപ്പോലെ അയാളുടെ പിറകെ നടക്കുമ്പോൾ സൈബ ചിന്തിച്ചു, എന്തായിരിക്കും ഇത്? അവളെ സോഫയിൽ പിടിച്ചിരുത്തിയിട്ട് അയാൾ ആ പൊതി തുറന്നു. ഒരു ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു അത്. ഇതെനിക്കാണോ? സൈബയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവൾ ചോദിച്ചു, എന്റെ ഈ റൂഹിന് എന്താ വിശേഷം? അവൾ കൊഞ്ചി ചോദിച്ചു. അഷ്റഫ് ആ നെക്ലേസ് അവളുടെ കഴുത്തിൽ ചേർത്ത് വെച്ച് പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ സൈബ. ഓ എന്റെ പടച്ചവനെ, ഞാൻ മറന്നുപോയി. ഇതൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നോ? പിന്നല്ലാതെ, ഇതൊക്കെ ഞാൻ ഓർത്തില്ലെങ്കിൽ പിന്നെ എന്ത് ഭർത്താവ്? അവൾ ആ നെക്ലേസ് അണിഞ്ഞു. എന്നിട്ട് ഡ്രസ്സിംഗ് ടേബിളിന്റെ കണ്ണാടിയിൽ പോയി നോക്കി. കൊള്ളാമല്ലേ? അസലായിട്ടുണ്ട്. ബർത്ത്ഡേക്ക് പറ്റിയ ഗിഫ്റ്റായി. പക്ഷേ ഇനി പാർട്ടിയൊക്കെ വേണ്ടേ? ഉമ്മയുടെ ബർത്ത്ഡേ ആണോ? അപ്പോ ബർത്ത്ഡേ പാർട്ടി ഇല്ലേ? ഹാപ്പി ബർത്ത്ഡേ ഉമ്മ. അവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ച് അങ്ങോട്ട് കടന്നു വന്ന മൂത്ത കുട്ടി അഫാൻ ഉമ്മയ്ക്ക് ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊണ്ട് ചോദിച്ചു. സൈബ ഒരു നിമിഷം ആലോചിച്ചു. എന്താ ഉണ്ടാക്കുക? നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. സൈബയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പാർട്ടി അവരൊരു മുന്തിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചു. പോരാ നേരം വീട്ടിലേക്കുള്ള പാഴ്സലും വാങ്ങിക്കൊണ്ടുവന്നു. മോളുടെ ബർത്ത്ഡേ ആയിരുന്നോ? ഉമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ ഉമ്മ, എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഈ അഷ്റഫിക്ക അതൊക്കെ ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഈ നെക്ലേസും എനിക്ക് വാങ്ങിച്ചു തന്നു. നല്ല ഫുഡ് കഴിക്കാനുള്ള പാർട്ടി സെറ്റാക്കി. പിറന്നാൾ ആശംസകൾ മോളെ. ഉമ്മ സൈബക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു. താങ്ക് യു ഉമ്മ. എനിക്കിച്ചിരി പണി ബാക്കിയുണ്ട് മോളെ. അതും പറഞ്ഞ് ഉമ്മ തന്റെ റൂമിലേക്ക് പോയി. പണിയോ? എന്ത് പണി? സൈബ അത് ചോദിച്ചുകൊണ്ട് ഉമ്മയുടെ പിന്നാലെ നടന്നു. സൈബ ഉമ്മയുടെ റൂമിലേക്ക് ചെന്നു. പാക്കിംഗ് ഒക്കെ ആയില്ലേ ഉമ്മ? ആയി മോളെ, നീ എല്ലാം ഒരുക്കി തന്നതല്ലേ. അതിന്റെ പുറമെ 1-2 വസ്ത്രങ്ങൾ കൂടെ എടുത്തു വെച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഉമ്മ, അഷ്റഫൊക്കെ വിളിക്കുമ്പോ ഞാൻ കുട്ടികളെയും കൊണ്ട് പുറത്തു പോയില്ലേ, അപ്പോ ഉമ്മാനെ വിളിക്കാത്തത് എന്താണെന്നറിയാലോ? അറിയാം മോളെ, ഉമ്മ ഉംറയ്ക്ക് യാത്ര പോകാൻ ഒരുങ്ങിയാണല്ലോ. അതുമാത്രല്ല, എനിക്കിന്ന് നോമ്പല്ലേ മോളെ. അപ്പൊ നീ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് എനിക്കറിയാം. ഉമ്മ എടുത്തു വെച്ച ചില വസ്ത്രങ്ങൾ തന്റെ ബാഗിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഉമ്മ. അല്ല മോളെ, നീയാണ് എന്റെ മനസ്സ് മനസ്സിലാക്കുന്നത്, എന്റെ നല്ല മരുമകൾ. അവരവളെ വാത്സല്യവും സ്നേഹവും കൊണ്ട് കെട്ടിപ്പിടിച്ചു. സൈബയും തന്റെ കൈകൾ കൊണ്ട് ഉമ്മയെ ചേർത്ത് പിടിച്ചു. എത്ര നേരം അങ്ങനെ ആ ഉമ്മയും മരുമകളും കെട്ടിപ്പിടിച്ച് നിന്നെന്നറിയില്ല. ഒടുവിൽ ഉമ്മ തന്നെ അവളെ വിടുവിച്ചു. അതെ, എന്നെ കൂട്ടാനിപ്പോ എന്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് വണ്ടി വരും. ഇന്ന് അവിടെ പോയി നിന്നിട്ട് നാളെ വൈകുന്നേരമാണ് പോകുന്നത്. നാളെ ഉച്ച കഴിഞ്ഞ് നീയും അഷ്റഫും കുട്ടികളും വരുമല്ലോ. പിന്നെ വരാതിരിക്കോ? നിങ്ങൾ 5-6 ഏട്ടത്തി അനിയത്തിമാരും പിന്നെ ഉമ്മയുടെ ജ്യേഷ്ഠന്മാരും അനിയത്തിമാരും അടങ്ങുന്ന ഒരു വൃദ്ധസംഘം അല്ലേ ഇപ്രാവശ്യം പോകുന്നത്. ഞങ്ങൾ വരാതിരിക്കില്ല ഉമ്മ, യാത്ര അയക്കാനും ആ കാഴ്ച കാണാനും. അല്പം കഴിഞ്ഞപ്പോൾ ഉമ്മയെ കൂട്ടാൻ വേണ്ടി തറവാട്ട് വീട്ടിൽ നിന്നും അയച്ച വണ്ടി വന്നു. അഷ്റഫ് ഉമ്മയുടെ ലഗേജുകൾ വണ്ടിയിൽ എടുത്തു വെച്ചു. ഉമ്മ കയറിക്കോ, നാളെ ഞാനും കുട്ടികളും വരാം. ഉമ്മ കാറിൽ കയറി കൈവീശി കാണിച്ചു. ഉമ്മയുടെ കാർ അകന്നു പോകുന്നത് സൈബയും അഷ്റഫും നോക്കി നിന്നു. അത്താഴമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉറങ്ങി. സൈബയും അഷ്റഫും ഹാളിൽ നിന്നും ബെഡ്റൂമിലേക്ക് പോയി. സൈബ, ഇന്ന് 2 പ്രത്യേകതകളുണ്ട്. എന്താണെന്നറിയോ? അഷ്റഫ് കിടന്നുകൊണ്ട് ചോദിച്ചു. എന്താ ഇക്ക? മലർന്നു കിടന്ന് 2 കൈയും വയറിന്മേൽ വെച്ച് കറങ്ങുന്ന ഫാനിനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഒന്ന് നിന്റെ ബർത്ത്ഡേ ആഘോഷിച്ച ദിവസം. അത് ശരിയാ. മറ്റേത് ഞാൻ നിനക്ക് ഗിഫ്റ്റ് തരാൻ പോകുന്ന ദിവസം. ഗിഫ്റ്റ് തരാൻ പോകുന്നല്ലോ ഇക്ക, തന്നല്ലോ. ആ ഗിഫ്റ്റ് അല്ല. ഇനിയുണ്ടോ? എവിടെ ഇക്ക? ദേ ഇവിടെ. അതും പറഞ്ഞ് അഷ്റഫ് അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. സൈബയിൽ ഒരു ആദ്യ രാത്രിയുടെ പരിവേഷമായിരുന്നു. ഒരു നവവധുവിനെ പോലെ സൈബയിൽ സ്നേഹവും അഷ്റഫിനോടുള്ള പ്രണയവും ഒന്നിച്ചുണർന്നു. അയാൾ പെട്ടെന്ന് തന്റെ കൈകൊണ്ട് ലൈറ്റ് അണച്ചു. ഒരു ദുഃഖപുത്രിയുടെ ജീവിത മോഹങ്ങളൊക്കെ തട്ടിയെറിയപ്പെട്ടപ്പോൾ സൃഷ്ടിക്കപ്പെട്ട നൈരാശ്യത്തിൽ നിന്നും ഒരു വിധത്തിൽ കരകയറിയാൽ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ടല്ലോ, അതാണിപ്പോ സൈബയിൽ. ഒരുപാട് അനുഭവിച്ച ശേഷം ലഭിക്കുന്ന ഒരു സ്നേഹമഴ. അതായിരുന്നു സൈബക്ക് അഷ്റഫ്. അഷ്റഫിനും വഞ്ചിക്കപ്പെട്ടതിന്റെയും എല്ലാ കഴിവുകളുണ്ടായിട്ടും ഒരുവളാൽ ചവിട്ടി അരയ്ക്കപ്പെട്ടതിന്റെയും ഹൃദയവേദന ഉള്ളിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ ഒഴുകിപ്പോകുന്ന ദിവസമായിരുന്നു അന്ന്. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ സൈബയുടെ മനസ്സും ശരീരവും ഒരുപോലെ ശാന്തവും ചുണ്ടിലൊരു ആത്മനിർവൃതിയും ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് അവൾ ഉറങ്ങുന്ന അഷ്റഫിനെ ഒന്ന് നോക്കി, എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഒരു പൂമ്പാറ്റയെ പോലെ ലോലമായിരുന്നു അവളുടെ ശരീരം അപ്പോൾ. അഷ്റഫിക്ക, ഇന്നിച്ചിരി നേരത്തെ വരുമല്ലോ വൈകിട്ട്.
ജോലിക്ക് പോകുന്ന അഷ്റഫിനോട് അവൾ ചോദിച്ചു. ആ വരും. സൈബ അപ്പോഴേക്കും കുട്ടികളെയും കൊണ്ട് റെഡിയായി നിൽക്കുക കേട്ടോ. വൈകിട്ട് അഷ്റഫ് വരുമ്പോഴേക്കും സൈബയും കുട്ടികളും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ കാറിൽ കയറി അവർ യാത്രയായി. അവർ ചെല്ലുമ്പോഴേക്കും അഷ്റഫിന്റെ ഉമ്മയുടെ തറവാട് വീട് നിറയെ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അവർ ബന്ധുക്കളോടെല്ലാം സംസാരിച്ചു. അവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം ഉംറയ്ക്ക് പോകുന്നവരെല്ലാം കാറിൽ കയറി പോകുന്നത് ബന്ധുക്കളൊക്കെ കൂട്ടത്തിൽ നിന്നും അഷ്റഫും സൈബയും നോക്കി നിന്ന് യാത്രയാക്കി. എയർപോർട്ട് വരെ തങ്ങളെ ആരും കൊണ്ടാക്കേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു. സൈബയെയും കുട്ടികളെയും കൂട്ടി അഷ്റഫ് വീട്ടിലേക്ക് മടങ്ങി. റയ അന്ന് യാത്രാക്ഷീണം കാരണം സുഖമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ അബ്ദുൾ റഹ്മാന്റെ കൂടെ അവൾ ഓഫീസിലേക്ക് പോയി. 4-5 വർഷമായി അവൾ കമ്പനിയിലേക്ക് പോകാതെ +2 പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അവൾ അവസാനമായി വന്നത്. അതിനുശേഷം ചെന്നൈയിലായിരുന്നു പഠിച്ചത് മുഴുവൻ. അതുകൊണ്ട് തന്നെ കമ്പനിയിലുള്ള പുതിയ സ്റ്റാഫുകളെയൊന്നും പരിചയമില്ല. അത്യാവശ്യം വേണ്ടുന്ന എല്ലാവരെയും അവൾ ഓടി നടന്ന് പരിചയപ്പെട്ടു. മറ്റു സ്റ്റാഫുകളെയും അവൾ അവഗണിച്ചില്ല. ഒടുവിൽ അവൾ റംലയുടെ അടുത്തെത്തി. സൂപ്പർവൈസർ ആണല്ലേ റംലത്ത? അല്ല, ഞാനിപ്പോ അസിസ്റ്റന്റ് മാനേജറാണ്. ഓ സോറി, പ്രൊമോഷൻ കിട്ടിയല്ലേ, ഞാനത് മറന്നു. ഉപ്പ പറയാറുണ്ട്. ആണോ? ഇവിടെ ഞാൻ വന്നില്ലെങ്കിലും ഉപ്പ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് വിളിച്ച് പറയാറുണ്ട്. മോൾ ഏതുവരെ പഠിച്ചു? മോൾ എന്നുള്ള വിളി കേട്ടപ്പോ ഉള്ളിലൊരു വേദന വന്നു. ഞാൻ MBAയുടെ എക്സാം ഇപ്പോൾ എഴുതി കഴിഞ്ഞതേ ഉള്ളൂ. അവളുടെ ശബ്ദം അല്പം ഇടറിയിരുന്നു. ആണോ? മോൾ ജയിച്ചു വരട്ടെ, ഈ കമ്പനിയുടെ മേൽനോട്ടം വഹിക്കാമല്ലോ. റംല അത് പറഞ്ഞ് അവളെ ബൂസ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, ഈ കമ്പനിയിൽ ഞാനില്ല, ഇത് ഉപ്പ നോക്കിക്കൊള്ളും. അവർ ഏറെ നേരം വർത്തമാനം പറഞ്ഞു. വളരെ ഒരു സാധു സ്ത്രീയായിട്ടാണ് തോന്നിയത്. പോകാൻ നേരം അവൾ പറഞ്ഞു, എനിക്ക് റംലയത്തോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. കമ്പനിയിൽ വെച്ചല്ല, ഇത്തയുടെ വീട്ടിൽ വെച്ച്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കാണണം. ഞാൻ വരും. അതും പറഞ്ഞ് റയ ഉപ്പാന്റെ ക്യാബിനിലേക്ക് പോയി. ദിവസങ്ങൾ വേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു. കുട്ടികൾ ഉണ്ടാക്കുന്ന ഒച്ചയും ബഹളത്തിനും അപ്പുറം ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള അഷ്റഫെ സൈബെ എന്നുള്ള വിളിയും സംസാരവും ഇല്ലാത്തതുകൊണ്ട് വീടിനൊരനക്കമില്ല. എങ്കിലും ഒരു ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത സുന്ദരമായ ശാന്തത അവരുടെ മനസ്സിനെ സ്നേഹാർദ്രമാക്കും. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. അഷ്റഫിന് മനസ്സു നിറഞ്ഞ് സൈബയെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും താലോലിക്കാനും ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഹാളിൽ സോഫയിലും ഡൈനിങ് ടേബിളിലും അവരുടെ പ്രണയ മുഹൂർത്തങ്ങൾ വഴിഞ്ഞൊഴുകി. 2 ശരീരമാണെങ്കിലും ഒരാത്മാവ് പോലെ പരസ്പരം ലയിച്ച് അവർ തങ്ങളുടെ പ്രണയവല്ലരി പുഷ്പിക്കാൻ യത്നിച്ചു. ഉമ്മ ഉംറയ്ക്ക് പോയിട്ട് കുറെ ദിവസമായി. വീട്ടിലിപ്പോ സൈബയും മക്കളും മാത്രം. വീട്ടിൽ വരുന്ന പതിവ് മീൻകാരനിൽ നിന്നും മത്സ്യമൊക്കെ വാങ്ങിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവളും കുഞ്ഞും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. മുള്ളെടുത്ത് മാറ്റി മത്സ്യക്കഷ്ണം കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തു. അവനെ കഴിപ്പിക്കുന്നതിനിടയിൽ അവളുടെ പ്ലേറ്റിൽ നിന്നും ചോറ് കുഴച്ച് അവളും കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവൾക്ക് ഛർദ്ദിക്കാൻ തോന്നി. വാഷ് ബേസിനടുത്തേക്ക് അവൾ ഓടി. അവിടെ അവൾ ഛർദ്ദിക്കാൻ ശ്രമിച്ചു. വയറ്റിൽ ഒന്നുമില്ലാത്തത് കാരണം ഒന്നും വന്നില്ല. പക്ഷെ മനംപുരട്ടൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഉംറയുടെ പ്രധാന ചടങ്ങുകൾ ചെയ്യുകയായിരുന്നു അഷ്റഫിന്റെ ഉമ്മ. അവൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ മനംപുരട്ടൽ അനുഭവപ്പെട്ടു. അവൾ അഷ്റഫിനെ വിളിച്ച് കാര്യം പറഞ്ഞു. രാവിലെ കഴിച്ച പ്രാതൽ പിടിച്ചിട്ടുണ്ടാവില്ല, അസിഡിറ്റി കൂടിയിട്ടുണ്ടാവും. ഞാൻ വരുമ്പോൾ ടാബ്ലറ്റ് കൊണ്ടുവരാം. തൽക്കാലം ഇളം ചൂടുവെള്ളം കുടിച്ച് അത് ഛർദ്ദിച്ച് കളയുക. ശേഷം ഭക്ഷണം കഴിക്കുക. വൈകിട്ട് അഷ്റഫ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൾക്ക് അസിഡിറ്റിക്കും ഛർദ്ദലിനും വേണ്ട മരുന്നുകൾ കൊണ്ടുവന്നിരുന്നു. അത് കഴിച്ചിട്ട് അവൾ ഭക്ഷണം കഴിച്ചപ്പോൾ പിന്നെ ഛർദ്ദിച്ചില്ല. പക്ഷേ അഷ്റഫ് അടുത്ത് വിളിച്ച് വേറൊരു സാധനം എടുത്തു കൊടുത്തു. ഇതെന്താ ഇക്ക? ഇതാണ് നമ്മൾ ഇത്രയും ദിവസത്തെ പ്രയത്നത്തിനുള്ള ഫലമുണ്ടോന്ന് അറിയുന്ന സാധനം. എന്ത് പ്രയത്നം? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അഷ്റഫ് കവർ പൊട്ടിച്ച് ആ സാധനം പുറത്തെടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായി. അല്ലോ, PT കാർഡ്. അഷ്റഫിക്ക, ഇതൊക്കെ വേണോ? അസിഡിറ്റി തന്നെയല്ലേ? അതല്ലേ ടാബ്ലറ്റ് കഴിച്ചപ്പോ എനിക്ക് സുഖമായത്? അതൊക്കെ ശരിയായിരിക്കാം. ചെന്ന് നോക്ക് പെണ്ണെ, അപ്പൊ അറിയാം. എന്തറിയാം? പോ അവിടുന്ന്. അവൾക്ക് അഷ്റഫ് വെച്ച് നീട്ടിയ കാർഡും വാങ്ങിച്ച് ഒരു വിശ്വാസവും ഇല്ലാത്തവളെ പോലെ ബാത്റൂമിലേക്ക് നടന്നു. എങ്കിലും അവളുടെ ഹൃദയം പടപടാന്നിടിച്ചു.